അമേരിക്കയുടെ ആളില്ല ചാരവിമാനം വെടിവെച്ച് വീഴ്ത്തിയ ഹൂതികൾ. യമന് നേരെ കടുത്ത ആക്രമണത്തിനൊരുങ്ങി അമേരിക്ക എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അമേരിക്കൻ വ്യോമസേനയുടെ ആളില്ല വിമാനമായ MQ-9 ഹൂതികൾ വെടിവെച്ച് വീഴ്ത്തിയത്. ഹൊദൈദ തുറമുഖത്തിന് പരിസരത്ത് ചെങ്കടലിന് മുകളിലൂടെ നിരീക്ഷണ പറക്കൽ നടത്തുകയായിരുന്ന അമേരിക്കയുടെ ആളില്ല വിമാനമാണ് ഹൂതികൾ ആക്രമിച്ച് തകർത്തത് എന്നുള്ള വിവരം പുറത്തു വരുന്നു. ഇക്കാര്യം അമേരിക്കയുടെ എയർഫോഴ്സും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അമേരിക്കൻ എയർഫോഴ്സിന്റെ MQ-9 വിമാനവുമായുള്ള എല്ലാ ബന്ധങ്ങളും നഷ്ടപ്പെട്ടതായി അമേരിക്കയുടെ വ്യോമസേന വ്യക്തമാക്കുന്നു. ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ച ശേഷം ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും 15ാമത്തെ MQ-9 ആളില്ല പറക്കൽ വിമാനങ്ങളെയാണ് ഹൂതികൾ ആക്രമിച്ച് തകർത്തിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് അമേരിക്ക പ്രതികരിച്ചിരിക്കുന്നു. ഇസ്രായേലിന് പിന്തുണയുമായി ചെങ്കടലിൽ നിരീക്ഷണ പറക്കൽ നടത്തുകയായിരുന്ന അമേരിക്കയുടെ ആളില്ല ചാരവിമാനത്തിനെയാണ് ഹൂതികൾ ആക്രമിച്ചത്. എല്ലാ തരത്തിലുമുള്ള പ്രതിരോധത്തിന് തങ്ങൾ തയ്യാറാണ് എന്ന് ഹൂതികൾ ഒരിക്കൽ കൂടി വ്യക്തമാക്കിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഹൂതികളുടെ നേതാവിൻ്റെ ഒരു ഭീഷണി പുറത്തു വന്നിരുന്നു. അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ ഗാസയിൽ ഇസ്രായേൽ ഇനിയും നടത്തിയാൽ ഇസ്രായേലിനെ മാത്രമല്ല അമേരിക്കയും ആക്രമിക്കുമെന്നും ചെങ്കടലിലൂടെയും ഏതൻ കടലിടുക്കിലൂടെയുമുള്ള അമേരിക്കയുടെ നാവികസേനയുടെ പടക്കപ്പലുകളെയും അവരുടെ ഡിസ്ട്രോയറുകളെയും അതുപോലെ തന്നെ ആ മേഖലയിലൂടെ കടന്നു പോകുന്ന അമേരിക്കയുടെ ചരക്ക് കപ്പലുകളെയും അടക്കം ആക്രമിക്കുമെന്നുള്ള ഭീഷണിയാണ് കഴിഞ്ഞ ദിവസം ഹൂതികളുടെ ഒരു വക്താവ് നടത്തിയത്. ഇപ്പോൾ ഇതാ വീണ്ടും പ്രകോപനവുമായി ഹൂതികൾ രംഗത്ത് വന്നിരിക്കുന്നു. അമേരിക്കയുടെ ആളില്ല ചാരവിമാനത്തെ ആക്രമിച്ച് തകർത്തിരിക്കുന്നു ഹൂതികൾ. ചെങ്കടലിന് മുകളിൽ നിരീക്ഷണ പറക്കൽ നടത്തുകയായിരുന്ന ഈ വിമാനത്തെയാണ് വെടിവെച്ച് വീഴ്ത്തിയത്. അതേസമയം തങ്ങളുടെ രാജ്യത്തിനുള്ളിൽ ഹുദൈദ ജില്ലയ്ക്കുള്ളിൽ നിരീക്ഷണ പറക്കൽ നടത്തുകയായിരുന്നു ഈ വിമാനം എന്നാണ് ഇപ്പോൾ ഹൂതികൾ നൽകുന്ന പ്രധാന വിവരം. ഹൂതികളുടെ സൈനിക കേന്ദ്രങ്ങളുടെ അതുപോലെ തന്നെ ആയുധ കേന്ദ്രങ്ങളുടെ ഒക്കെ ചിത്രങ്ങൾ അവയുടെ ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു ഈ വിമാനം എന്നാണ് കരുതപ്പെടുന്നത്. അതിനെയാണ് ഇപ്പോൾ ഹൂതികൾ ആക്രമിച്ച് തകർത്തിരിക്കുന്നത്. ഇതിന് പിന്നാലെ പെന്റഗന്റെ കൃത്യമായ മറുപടി വന്നിരിക്കുന്നു. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ യമനിലേക്ക് സൈനിക നടപടി ആരംഭിക്കുമെന്നാണ് അമേരിക്ക വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനുള്ള അനുമതി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയിരിക്കുന്നു. അമേരിക്കയുടെ സൈന്യത്തെയോ അമേരിക്കയുടെ സൈനിക ഉപകരണങ്ങളെയോ ആക്രമിക്കുന്ന ആർക്കും തന്നെ മാപ്പ് നൽകില്ല എന്ന് നേരത്തെ ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നു. ഇപ്പോൾ ഇതാ ഒരിക്കൽ കൂടി അമേരിക്കയുടെ അഭിമാനത്തിന് ക്ഷതം നൽകിക്കൊണ്ട് അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളില്ല നിരീക്ഷണ വിമാനം MQ-9 ഇപ്പോൾ ഹൂതികൾ ആക്രമിച്ചിരിക്കുന്നു. യമനിലെ സായുധ സൈന്യമായ ഹൂതി വിമതരാണ് ഈ ആക്രമണം നടത്തിയത്. ചെങ്കടലിലും അതുപോലെ തന്നെ ഏതൻ കടലിടുക്കിലുമുള്ള നിരവധി അമേരിക്കയുടെ നാവിക പടക്കപ്പലുകൾക്ക് നേരെ നിരന്തരം മിസൈൽ ആക്രമണവും അതുപോലെ ഡ്രോൺ ആക്രമണവും ഹൂതികൾ നടത്തി വന്നിരുന്നു. എന്നാൽ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ യാഥാർത്ഥ്യമായ കഴിഞ്ഞ 6 ആഴ്ചക്കാലത്തിനിടയിൽ യാതൊരു ആക്രമണവും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ആദ്യമായിട്ടാണ് ഇപ്പോൾ അമേരിക്കയുടെ ആളില്ല ചാരവിമാനത്തെ ഇപ്പോൾ ഹൂതികൾ ആക്രമിക്കുന്നത്. എന്തായാലും ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ ഇറാനിൽ നിന്നുള്ള വൻതോതിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിന് നേരെ നിരന്തരം ആക്രമണം നടത്തിയിരുന്നു ഹൂതികൾ. പല ഘട്ടങ്ങളിൽ ഇസ്രായേൽ തിരിച്ചടി നൽകുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായും ഹൂതികളുടെ സൈനിക സ്രോതസ് അല്ലെങ്കിൽ ആയുധ സ്രോതസ് എന്ന് പറയുന്നത് ഇറാൻ തന്നെയാണ്. ഇറാനെ നേരിട്ട് ആക്രമിക്കാൻ കഴിയാത്ത രാജ്യങ്ങളെയും സംഘടനകളെയും ഒക്കെ തന്നെ ഇറാൻ ഹൂതികളെ ഉപയോഗിച്ച് ആക്രമിക്കുന്നു. ഹൂതികൾക്ക് ആവശ്യമായ സാമ്പത്തികവും ആയുധപരവുമായ സഹായം ഇറാൻ നൽകുന്നു. അങ്ങനെ ഇറാന്റെ ഒരു പ്രോക്സി ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഈ ഹൂതികൾ. ഈ ഇസ്രായേലിനെ ആക്രമിച്ചതിന് മറുപടിയായിട്ട് അവരുടെ പ്രധാനപ്പെട്ട ഹുദൈദ തുറമുഖത്തിനെ പലതവണ ഇസ്രായേൽ ആക്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അമേരിക്കയുടെ പടക്കപ്പലുകളിലേക്ക് പലതവണ റോക്കറ്റ് വിക്ഷേപിച്ചിട്ടുണ്ട് ഹൂതികൾ. ഇതിന് തിരിച്ചടിയായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിൻ്റെ തൊട്ടടുത്ത ദിവസം ആദ്യമായി അമേരിക്കൻ സേന നടത്തിയ ആക്രമണം ഈ യമനിലേക്കായിരുന്നു. ഹൂതികളുടെ 3 പ്രധാനപ്പെട്ട ബേസ് ക്യാമ്പുകൾ, അവരുടെ ഊർജ്ജശാലകളൊക്കെ തന്നെ, ഹുദൈദ തുറമുഖം ഒക്കെ തന്നെ അമേരിക്കൻ വ്യോമസേന ആക്രമിച്ചു. ഹുദൈദ തുറമുഖത്തിന് കനത്ത നാശനഷ്ടമാണ് അമേരിക്കൻ ആക്രമണത്തിലൂടെ ഉണ്ടായത്. എന്നിട്ടും പാഠം പഠിക്കാത്ത ഹൂതികൾ വീണ്ടും ഇറാനിൽ നിന്ന് ആയുധങ്ങൾ കൈപ്പറ്റിക്കൊണ്ട് പണം കൈപ്പറ്റിക്കൊണ്ട് ഇപ്പോഴും അമേരിക്കയ്ക്കെതിരെ വെല്ലുവിളി ഉയർത്തുകയാണ്. കഴിഞ്ഞ ദിവസം ഹൂതി നേതാവ് പറഞ്ഞത് അമേരിക്കയുടെ എല്ലാ പടക്കപ്പലുകളെയും തങ്ങൾ തകർക്കുമെന്നാണ്. കാരണം അമേരിക്കയുടെ സൈനിക ശേഷിയുടെ ഒരു 100 പോലും
പ്രതിരോധിക്കാൻ കഴിവില്ലാത്ത ഒരു സംഘടനയാണ് ഈ ഹൂതി വിമതർ. ഇറാൻ നൽകുന്ന കുറേ റോക്കറ്റുകളും ഇറാൻ നൽകുന്ന കുറേ ഡ്രോണുകളും കുറച്ചേറെ യന്ത്രത്തോക്കുകളും ഉണ്ടെന്നതിനപ്പുറത്തേക്ക് മറ്റൊരു തരത്തിലുള്ള സൈനിക ശേഷിയോ അല്ലെങ്കിൽ സൈനികപരമായ പ്രതിരോധ ശേഷിയോ ഒന്നും ഈ ഹൂതി വിമതർക്കില്ല. എന്നിട്ടും വെറുതെ ഇങ്ങനെ ഇറാന് വേണ്ടി മരിക്കാൻ വേണ്ടി വീമ്പ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഹൂതി വിമതർക്ക് നേരെ അതിശക്തമായ ആക്രമണത്തിന് അമേരിക്ക തയ്യാറെടുക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റുകൾ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അമേരിക്കയിൽ നിന്ന് പറന്നുയരും. അവർ അതുപോലെ തന്നെ ചെങ്കടലിലെയും ഏതൻ കടലിടുക്കിലെയും വലിയ പടക്കപ്പലുകളിൽ നിന്ന് പറന്നുയരും. ആ വിമാനങ്ങൾ യമനിൽ നിരന്തരമായി ബോംബിടും. ഹൂതികളുടെ പ്രധാനപ്പെട്ട ആയുധ കേന്ദ്രങ്ങളൊക്കെ തന്നെ തകർക്കുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഇതേ സമയം തന്നെ ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. പശ്ചിമേഷ്യയിൽ കഴിഞ്ഞ 3-4 ആഴ്ച കാലമായി നിലനിന്ന സമാധാനത്തിൻ്റെ അന്തരീക്ഷം അവസാനിച്ചിരിക്കുന്നു. അമേരിക്കയുടെ ആളില്ലാ നിരീക്ഷണ വിമാനത്തെ വെടിവെച്ചിട്ട ഹൂതി വിമതർക്ക് നേരെ അതിശക്തമായ നടപടിക്ക് അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നു. ഒരു ചെറിയ കാലയളവിന് ശേഷം വീണ്ടും പശ്ചിമേഷ്യ യുദ്ധക്കളമാവുകയാണ്. റംസാൻ മാസത്തിൽ തന്നെ ഹൂതി വിമതർക്ക് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് അമേരിക്ക വ്യക്തമാക്കിയിരിക്കുന്നു. ഹൂതികളുടെ നടപടി അമേരിക്കയുടെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു നീക്കത്തിന് പിന്നാലെയാണ്. വീണ്ടും ഹൂതി വിമതരെ ഭീകര സംഘടനയായി അമേരിക്ക പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ദിവസമാണ്. ഇത് സംബന്ധിച്ച പെന്റഗന്റെ ഉത്തരവ് കഴിഞ്ഞ ദിവസമാണ് പുറത്തിറങ്ങിയത്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഹൂതി വിമതരെ ഭീകര സംഘടനയായി അമേരിക്ക വീണ്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു. മാർച്ച് 4-നാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറങ്ങിയത്. ഫോറിൻ ടെററിസ്റ്റ് ഓർഗനൈസേഷന്റെ അണ്ടറിൽ ഹൂതി വിമതരെ കൂടി അമേരിക്ക ചേർത്തിരിക്കുന്നു. ഇതിനുള്ള വാശി വൈരാഗ്യവും കൊണ്ടായിരിക്കാം അമേരിക്കയുടെ നിരീക്ഷണ പറക്കൽ വിമാനത്തിന് നേരെ ഹൂതി വിമതരുടെ ആക്രമണം ഉണ്ടായതെന്ന് വേണം കരുതാൻ. യമനിലെ സായുധ സൈന്യമായ ഹൂതി വിമതരാണ് ഈ ആക്രമണം നടത്തിയത്. ചെങ്കടലിലും അതുപോലെ തന്നെ ഏതൻ കടലിടുക്കിലുമുള്ള നിരവധി അമേരിക്കയുടെ നാവിക പടക്കപ്പലുകൾക്ക് നേരെ നിരന്തരം മിസൈൽ ആക്രമണവും അതുപോലെ ഡ്രോൺ ആക്രമണവും ഹൂതികൾ നടത്തി വന്നിരുന്നു. എന്നാൽ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ യാഥാർത്ഥ്യമായ കഴിഞ്ഞ 6 ആഴ്ചക്കാലത്തിനിടയിൽ യാതൊരു ആക്രമണവും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ആദ്യമായിട്ടാണ് ഇപ്പോൾ അമേരിക്കയുടെ ആളില്ല ചാരവിമാനത്തെ ഇപ്പോൾ ഹൂതികൾ ആക്രമിക്കുന്നത്. എന്തായാലും ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ ഇറാനിൽ നിന്നുള്ള വൻതോതിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിന് നേരെ നിരന്തരം ആക്രമണം നടത്തിയിരുന്നു ഹൂതികൾ. പല ഘട്ടങ്ങളിൽ ഇസ്രായേൽ തിരിച്ചടി നൽകുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായും ഹൂതികളുടെ സൈനിക സ്രോതസ് അല്ലെങ്കിൽ ആയുധ സ്രോതസ് എന്ന് പറയുന്നത് ഇറാൻ തന്നെയാണ്. ഇറാനെ നേരിട്ട് ആക്രമിക്കാൻ കഴിയാത്ത രാജ്യങ്ങളെയും സംഘടനകളെയും ഒക്കെ തന്നെ ഇറാൻ ഹൂതികളെ ഉപയോഗിച്ച് ആക്രമിക്കുന്നു. ഹൂതികൾക്ക് ആവശ്യമായ സാമ്പത്തികവും ആയുധപരവുമായ സഹായം ഇറാൻ നൽകുന്നു. അങ്ങനെ ഇറാൻ്റെ ഒരു പ്രോക്സി ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഈ ഹൂതികൾ.